ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലൗഡ്സ് ഓഫ് ജോയ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ്. സ്റ്റഡി വ്ളോഗിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എനിക്ക് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് പൊതുവേ പാടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിൽ തന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ പഠിക്കാനായിട്ട് എടുത്തത്. അപ്പം രാവിലെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലാസ് കണ്ടായിരുന്നു. വീഡിയോ ക്ലാസ് കണ്ടെങ്കിൽ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോട്ട്സ് ആദ്യത്തെ തവണ വായിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ അണ്ടർലൈൻ ചെയ്തൊക്കെ വായിച്ച്. എന്നിരുന്നാലും എനിക്ക് രണ്ടാമത്തെ തവണയാണ് ഈ നോട്ട്സ് കാണുന്നതെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. കാരണം നമുക്കറിയാം ഓരോ സബ്ജക്ട്സും ഓരോ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു വീഡിയോ ക്ലാസ് എടുത്തു വെച്ച് കണ്ടു. ഇത്തവണ കൂടുതൽ കോൺസെൻട്രേഷനോടുകൂടി ഞാൻ കണ്ട്. വീണ്ടും ഈ വീഡിയോ ക്ലാസ് കണ്ടപ്പം എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ നമുക്ക് ടഫായിട്ട് തോന്നുവാണെങ്കിൽ നമ്മളൊരു കാരണവശാലും ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്ക് പഠിക്കണ്ട എന്നും പറഞ്ഞിട്ട് മാറ്റി വയ്ക്കരുത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കൊടുക്കണം. ഇപ്പം ഞാൻ ചെയ്തതുപോലെ. കാരണം ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ക്ലാസ് കണ്ടു, വീണ്ടും രണ്ടാമത് നോട്ട്സ് വായിച്ചു, വീണ്ടും മൂന്നാമത് വീഡിയോ ക്ലാസ് കണ്ടു, പിന്നെ റാങ്ക് ഫയലും വായിച്ചു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരു കാരണവശാലും ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ നമുക്ക് ടഫാണെന്നും പറഞ്ഞ് മാറ്റി വയ്ക്കല്. നമുക്ക് ആ സബ്ജക്റ്റ് പാടാണെങ്കിൽ മറ്റുള്ള എളുപ്പമുള്ള സബ്ജക്ട്സിനെക്കാട്ടിലും കൂടുതൽ സമയം ആ ഒരു സബ്ജക്റ്റിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം. മറ്റാർക്കും അതിൻ്റെ നഷ്ടം വരാനില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു മാർക്കെന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഒരു മാർക്ക് കുറയുമ്പം എത്ര റാങ്കുകളാണ് നമ്മൾ പിന്നിലാവുന്നതെന്ന് അല്ലേ. അപ്പം ഈ ഒരു കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. എല്ലാവർക്കും എല്ലാ സബ്ജക്ട്സും ഒരിക്കലും എളുപ്പമായിരിക്കത്തില്ല. ഒരാൾ മാത്സിൽ ബെസ്റ്റാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് പാടായിരിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഒരു സബ്ജക്ട്സും ഒഴിവാക്കരുത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള ടഫായിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു സമയത്ത് തന്നെ, അതായത് മൊത്തത്തിലങ്ങ് ഒരു തവണയായിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്കാതെ ആ ഒരു ക്ലാസ്, ഇപ്പം ഓൺലൈനായിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ അത് ചെറിയ ചെറിയ പാർട്സാക്കി ബ്രേക്ക് ചെയ്ത് കാണുക. എന്ന് വെച്ചാൽ ഇപ്പോൾ 1 മണിക്കൂറത്തെ ക്ലാസ് ആണെങ്കിൽ ഒരു 10-20 മിനിറ്റ് കാണുക, പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക, വീണ്ടും വന്ന് കാണുക. അല്ലെങ്കിൽ വായിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ റാങ്ക് ഫയലൊക്കെ വായിക്കാനുള്ള സമയത്ത് 1 പേജ് അല്ലെങ്കിൽ 2 പേജ് വായിക്കുക, പിന്നെ വീണ്ടും ബ്രേക്ക് എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ ഉറക്കമൊക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തോ മിഠായിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഓൾറെഡി ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ബോറായിട്ടുള്ള ടഫായിട്ട് നമ്മൾ മൈൻഡിൽ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റാണല്ലോ. അപ്പം നമുക്ക് ഉറക്കമൊക്കെ വരാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ നെഗറ്റീവ് സൈഡിലേക്ക് കൊണ്ടുപോകാനേ നോക്കത്തുള്ളൂ. അതായത് ഈ ഒരു സബ്ജക്റ്റ് ടഫാണെന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇത് പറ്റുമെന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കണം. ഞാൻ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനിട്ടിരുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചതാണ്, എനിക്കിത് പഠിച്ചെടുത്തേ പറ്റൂ, എൻ്റെ ആവശ്യമാണല്ലോ. അങ്ങനെ തന്നെ ചിന്തിക്കുക എല്ലാവരും. കാരണം നമ്മളിത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് മാത്രമല്ലേ നഷ്ടമുള്ളൂ, വേറെ ആർക്കും നഷ്ടം വരാനില്ല. മിക്ക ആളുകളും പഠിക്കുമ്പോഴത്തേക്കും കാണുന്ന ഒരു കാര്യമാണ്,
എനിക്ക് ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഭയങ്കര പാടാണ്, എന്നെ കൊണ്ട് നടക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് എക്സ്ക്യൂസും പറഞ്ഞിരുന്നാൽ നമ്മളെ തന്നെ സമയം പോവുള്ളൂ. മറ്റുള്ളവരത് പഠിച്ചെടുക്കും. ആവശ്യമുള്ളവർക്ക് അത് പഠിച്ചെടുക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് മാത്സ് എളുപ്പമാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് പാടായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, പാടായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. ആരും പെർഫെക്റ്റ് അല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മൾ ചിന്തിക്കണം, ഇനി സമയം വളരെ കുറവാണ്. സമയം കളയുന്ന ഓരോ നിമിഷവും നമ്മൾ ആലോചിക്കണം, നമ്മുടെ മുന്നിൽ എത്ര കുട്ടികൾ പഠിച്ച് മുന്നേറുന്നുണ്ടെന്നുള്ളത്. നമ്മൾ വെറുതെ കളയുന്ന സമയത്ത് വേറൊരാൾ പഠിച്ച് മുന്നോട്ട് കയറുന്നുണ്ടെന്നുള്ള ആലോചന എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. കാരണം ഈ ഒരു സമയം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സമയം തിരിച്ചൊരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം സമയം എല്ലാവരും പഠനത്തിലേക്ക് മാത്രം മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഈ വർഷം തന്നെ എല്ലാവരും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ. താങ്ക് യു.